അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധം ശക്തം. കടലിൽ തകരാറിലായ ബോട്ടുകാർ തന്നെ കരയിലെത്തിച്ചു. വൻ ദുരന്തം ഒഴിവായി. പൊന്നാനിയിൽ നിന്ന് ഞായറാഴ്ച രാത്രി മത്സ്യബന്ധനത്തിനായി കടലിൽ പോയ മൈമൂൺ എന്ന ബോട്ട് തീരത്തുനിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് എഞ്ചിൻ തകരാറിലാവുകയായിരുന്നു. പ്രവർത്തനം നിലച്ച എഞ്ചിൻ റൂമിലിറങ്ങി പരിശോധിച്ച തൊഴിലാളികൾ അവിടെ വെള്ളം അതിവേഗം നിറയുന്നത് കണ്ട് പരിഭ്രാന്തരാവുകയും ഉടൻ തന്നെ വിവരമറിയിച്ച് മറ്റു ബോട്ടുകാരുടെ സഹായം തേടുകയുമായിരുന്നു. അപകട വിവരം ഫിഷറീസ് വകുപ്പിനെയും കോസ്റ്റൽ പോലീസിനെയും അടിയന്തരമായി അറിയിച്ചെങ്കിലും സമയബന്ധിതമായ യാതൊരു ഇടപെടലും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ കുറ്റപ്പെടുത്തുന്നു. നേവിയെ വിവരമറിയിക്കാമെന്ന് ഫിഷറീസ് വകുപ്പ് ഉറപ്പു നൽകിയെങ്കിലും 6 മണിക്കൂറുകൾക്ക് ശേഷമാണ് നേവി സംഘം സ്ഥലത്തെത്തിയത്. തുടർന്ന് പൊന്നാനി ഹാർബറിൽ നിന്നും മറ്റു മത്സ്യബന്ധന ബോട്ടുകൾ പുറപ്പെട്ട് എത്തിയ ശേഷമാണ് തകരാറിലായ ബോട്ട് സുരക്ഷിതമായി കരയിലേക്ക് വലിച്ച് കെട്ടിയെത്തിക്കാൻ സാധിച്ചത്. കടലിൽ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ അവഗണനയാണ് നേരിടുന്നതെന്ന് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു. ദിവസങ്ങൾക്ക് മുമ്പും സമാനമായ രീതിയിൽ മറ്റൊരു ബോട്ട് പൂർണ്ണമായി കടലിൽ മുങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. അന്നും പൊന്നാനിയിലെ മത്സ്യത്തൊഴിലാളികളുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ആ ബോട്ട് തിരികെ ഹാർബറിലേക്ക് എത്തിക്കാനായത്. ജീവൻ പണയം വെച്ച് കടലിൽ പോകുന്ന തൊഴിലാളികൾക്ക് അപകട സമയത്ത് കൃത്യമായ സഹായമെത്തിക്കാൻ ഭരണകൂടം തയ്യാറാകുന്നില്ലെന്ന പ്രതിഷേധത്തിലാണ് തീരദേശം. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.